ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കാം. ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു പെപ്പർ ചിക്കനാണിത്. പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇത് ചൂടാക്കുമ്പോൾ 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 3 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിടുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറിലൊന്നും ആവേണ്ട കാര്യമില്ല. നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. വീട്ടിൽ പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം മൂത്ത മണം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്ക് പകരം പുളിയില്ലാത്ത 1 കപ്പ് തൈര് ചേർക്കാം കേട്ടോ. ഞാൻ ഇന്ന് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടിട്ട് നമുക്കൊരു 8-10 മിനിറ്റും കൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അവിടെ ഇത് 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പോരാതുകൊണ്ട് ഞാൻ ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ
ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂൺ കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് ഇതേപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം. ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. അതല്ല റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റായിട്ട്, ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ആയിട്ട് നമുക്ക് ഇതെടുക്കാം. ഞാനൊരു റോസ്റ്റ് പരുവത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല നാടൻ പെപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ പെപ്പർ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.